പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കമേഴ്ഷ്യൽ സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടിട്ടുണ്ട് ബാറ്ററി. എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ വീട്ടിലെ ക്ലോക്കിൻ്റെ അകത്ത് ബാറ്ററി ഉപയോഗിക്കാറുണ്ട്, വാച്ചിൻ്റെ അകത്ത് നമ്മൾ ബാറ്ററി ഉപയോഗിക്കാറുണ്ട്, പിന്നെ മൊബൈലിൻ്റെ അകത്ത് ബാറ്ററി ഉപയോഗിക്കാറുണ്ട്, ഇൻവേർട്ടറിൻ്റെ അകത്ത്, വാഹനങ്ങളിലൊക്കെ നമ്മൾ ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. ഈ എല്ലാ ബാറ്ററികളും ഒരുപോലെയാണോ? അല്ല. ചില ബാറ്ററികൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ചില ബാറ്ററികൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എന്താണൊരു ബാറ്ററി എന്ന് നമുക്ക് നോക്കണം. ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗാൽവനിക് സെൽ. ബേസിക്കലി ഇറ്റ് ഈസ് എ ഗാൽവനിക് സെൽ. ഈ ബാറ്ററിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ അകത്ത് നടക്കുക ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ സെല്ലിൻ്റെ അകത്ത് നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ക്ലോക്കിൻ്റെ അകത്തുള്ള ബാറ്ററി ഉപയോഗിച്ച് ക്ലോക്കിലെ സൂചി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, വാച്ചിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ അകത്തൊക്കെ കറണ്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ബൾബ് അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ഫാന് കറങ്ങുകയൊക്കെ ചെയ്യുന്ന എന്തിൻ്റെ ഭാഗത്താണ്? അതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററീസ് രണ്ട് തരത്തിലാണ്. പ്രൈമറി സെല്ലുകളും അതുപോലെ തന്നെ ആരാണ് സെക്കൻഡറി സെല്ലുകളും. ആരാ പ്രൈമറി സെല്ലുകൾ? നമുക്ക് നോക്കൂ, ക്ലോക്കിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ചാർജ് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? ഒഴിവാക്കുകയാണ് ചെയ്യുക, പുതിയ വാങ്ങിക്കുകയാണ്. അതിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വാച്ചിൻ്റെ അകത്തുള്ള ബാറ്ററി വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇവരൊക്കെ പ്രൈമറി സെല്ലുകളാണ്. ദീസ് ആർ സെൽ വിച്ച് കനോട്ട് ബി റീചാർജ്ഡ് ഓർ എന്താണ് റീയൂസ്ഡ് എഗെയിൻ. അതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് എന്ത്? പ്രൈമറി സെല്ലുകൾ. പ്രൈമറി സെല്ലിന് എക്സാമ്പിളുകൾ ഡ്രൈ സെൽ, നമ്മളെ ലെക്ലാഞ്ചിയസ് സെൽ, അല്ലെങ്കിൽ ഡ്രൈ സെല്ലിൻ്റെ വേറൊരു പേരാണ് എന്ത്? ലെക്ലാഞ്ചിയസ് സെൽ. പിന്നെ എന്താണ്? മെർക്കുറി സെൽ അല്ലെങ്കിൽ മെർക്കുറി ബട്ടൺ സെൽ എന്ന് പറയും. നമ്മൾ ഡ്രൈ സെല്ലിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു സിങ്ക് കണ്ടെയ്നർ ഉണ്ടാവും. ഈ സിങ്ക് കണ്ടെയ്നറാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ഈ ഗ്രാഫൈറ്റ് റോഡ് അല്ലെങ്കിൽ കാർബൺ റോഡ് ഇത് കണ്ടില്ലേ, ഇതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടാവും, ഇത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും, ഈ ഗ്രാഫൈറ്റ് റോഡ്. ഈ ഗ്രാഫൈറ്റ് റോഡിനെ സറൗണ്ട് ചെയ്ത് മിക്സർ ഓഫ് ആരാണ്? പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ ഉണ്ടാവും. പിന്നെയോ ഈ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഉണ്ടാവും. അവരാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പം ആരാണ് ആനോഡ്? സിങ്ക് കണ്ടെയ്നറാണ് ആനോഡ്. ഗ്രാഫൈറ്റ് റോഡ് അല്ലെങ്കിൽ കാർബൺ റോഡ് എന്താണ്? കാഥോഡാണ്. അതിനു ചുറ്റും ആരുണ്ടാവും? പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് ആരാണ്? അമോണിയം ക്ലോറൈഡ് ആൻഡ് ZnCl2 സിങ്ക് ക്ലോറൈഡ് ആണ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ നോക്കൂ നിങ്ങൾ. ആനോഡിൽ എപ്പോൾ നടക്കുക എന്താണ്? ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ നടന്ന് Zn2++ 2 ഇലക്ട്രോൺ. കാഥോഡിൽ അപ്പോൾ നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ റിഡക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അനുസരിച്ചായിരിക്കും എന്ന്. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കൂ നിങ്ങൾ. 2 MnO2 + NH4++ 2 ഇലക്ട്രോൺ ഗീവ്സ് 2 MnOOH + 2 NH3. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓവറോൾ റിയാക്ഷൻ നോക്കി, ഈ ഇലക്ട്രോൺ ക്യാൻസൽ ആയിപ്പോൾ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഓവറോൾ റിയാക്ഷൻ, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അമോണിയ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അമോണിയ ഈ ഇപ്പോൾ സിങ്ക് Zn2+ ആയി മാറിയിട്ടില്ലേ, ആ അയോണുമായി കൂടി ചേർന്ന് എന്താണ്? ഒരു കോംപ്ലക്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഈ സിങ്ക് കണ്ടെയ്നറിന് കൊറോഷൻ സംഭവിക്കും. അതിങ്ങനെ നശിച്ചു പോകും. അതിൻ്റെ അകത്തൂടെ എന്താണ്? ഈ അമോണിയൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടി നമ്മൾ കുറേ കാലം പിന്നെ ക്ലോക്കിൻ്റെ അകത്തൊക്കെയുള്ള ബാറ്ററി മാറ്റാതെ വെക്കുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടാകുന്നത് അതങ്ങനെയാണ്. ഈ കോംപ്ലക്സ് ആണ് Zn2++ NH3 ഗീവ്സ് ആരാണ്? ZnNH3 4 × 2+. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ടാണ് തുടക്കത്തിലൊക്കെ കിട്ടുക. അവസാനം അതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറച്ച് കുറഞ്ഞു വരും. രണ്ടാമത്തെ സെല്ലാണ് ആര്? മെർക്കുറി സെൽ. നമ്മൾ ബട്ടൺ സെൽ എന്നാണ് അറിയപ്പെടുന്നത്, ചെറിയ ബാറ്ററിയിലെ.
ആനോഡ് എന്താണ്? സിങ്ക് അമാൽഗം, സിങ്ക് മെർക്കുറി അമാൽഗമാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. സിങ്കിൻ്റെയും മെർക്കുറിയുടെയും ഒരു അലോയാണ് സിങ്ക് മെർക്കുറി അമാൽഗം. കാഥോഡായിട്ട് ആക്ട് ചെയ്യാനാണ് പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് HgO ആൻഡ് കാർബൺ. ഇലക്ട്രോലൈറ്റ് ആരാണ്? KOH ആൻഡ് സിങ്ക് ഓക്സൈഡിൻ്റെ പേസ്റ്റ്. KOHൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെയും പേസ്റ്റാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ആനോഡ് ആരാണ്? സിങ്ക് മെർക്കുറി അമാൽഗം. കാഥോഡ് ആരാണ്? പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഇലക്ട്രോലൈറ്റ് ആരാണ്? KOH ആൻഡ് സിങ്ക് ഓക്സൈഡ്. ആനോഡിൽ നമുക്കറിയാം ഓക്സിഡേഷൻ നടക്കും. ZnHg+ ആരാണ്? 2OH gives ZnO+ H2O+ 2 ഇലക്ട്രോൺ. സിങ്കിന് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ എത്രയായി? +2 ആയി, ഓക്സിഡേഷൻ നടന്നു. കാഥോഡിൽ HgO+ H2O+ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്താണ്? Hg+2OH-. ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ 2OH- രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആയി പോകും, H2 ഇലക്ട്രോണും ക്യാൻസൽ ആവും. എന്താ ഉണ്ടാകുക? ZnHg+ HgO ഗീവ്സ് ആരാണ്? ZnO+ Hg. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1.35 വോൾട്ട് ആണ് ഓവറോൾ റിയാക്ഷൻ. ഇതിൻ്റെ അകത്ത് അയോണുകളൊന്നും എക്സസൈറ്റ് വരുന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് ത്രൂ ഔട്ട് എത്ര കിട്ടും? 1.35 വോൾട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി സെല്ലുകളാണ്. സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളെയാണ്. അപ്പം റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ പാസ് ചെയ്തിട്ടാണ് അവരെ റീചാർജ് ചെയ്യുക. അങ്ങനെ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നമ്മൾ ഇൻവേർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ. അതേപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി, ഇതൊക്കെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററികൾ ആണ്. അപ്പം ലെഡ് സ്റ്റോറേജ് ബാറ്ററി എടുക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററീൻ്റെ അകത്ത് ലെഡാണ് ആനോഡായിട്ട് വരിക. ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് PbO2 ആക്ട് ആസ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് എനർജി പുറത്തോട്ട് വരുന്ന ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡായിട്ട് ലെഡ് ആണല്ലോ വരുന്നത്. PBക്ക് PbSO4 +2 ഇലക്ട്രോൺ, PBൻ്റെ അകത്ത് 2 ഇലക്ട്രോൺ പോയി, ഇതിനെന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. കാഥോഡിൽ എന്താ സംഭവിക്കുക? റിഡക്ഷൻ ആണ്. PbO2 + SO4 2- +4H+ +2 ഇലക്ട്രോൺ ഗിവ്സ് PbSO4 +2 H2O. ഇവിടെയുള്ള H+ 2 ഉണ്ടല്ലോ, ഇവിടെയുള്ള 2 അതങ്ങനെയാണ് 4H+. ഈ 2 ഇലക്ട്രോണ് ക്യാൻസലായി പോവും. അപ്പോൾ എന്താ വരിക? PbO2 + 2H2SO4 gives 2PbSO4 + 2H2O. ഇതാണ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററീൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം നമുക്ക്. ഡിസ്ചാർജിങ് നടക്കുമ്പോൾ കണ്ടോ, PbSO4 +2 ഇലക്ട്രോണായി. PbO2 4H+ +2 ഇലക്ട്രോൺ ഗിവ്സ് ആരാണ്? PbSO4. വാട്ടർ മോളിക്യൂൾ ഇലക്ട്രോലൈറ്റിലേക്ക് പോയി. ഇതാണ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ. ലെഡ് 0 ഓക്സിഡേഷൻ ചെയ്ത് ലെഡ് 2+ ആയി. PbO2ൻ്റെ അകത്ത് ലെഡിൻ്റെ ഓക്സിഡേഷൻ ചെയ്തിട്ട് +4 ആയിരുന്നു, അതിലേക്ക് വന്നു PbSO4 ആകുമ്പോൾ +2 ആയിട്ട് മാറി. ഇതാണ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനെ നമ്മൾ റീചാർജ് ചെയ്യുന്നു. റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. ഇതിൻ്റെ അകത്തേക്ക് മോർ ദാൻ 12 വോൾട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യും. അപ്പം ഇലക്ട്രോൺ ഫ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പാസ് ചെയ്യുക എന്ന് പറയുന്നത്. നേരത്തെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോയ ഇലക്ട്രോണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആനോഡിലേക്ക് വരികയാണ്. അപ്പോൾ PbSO4 +2 ഇലക്ട്രോൺ, ഇവിടെയുള്ള ലെഡ് 2+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എന്ത് വരും? PB ആയിട്ട് വരും. SO4 2- അയോൺ ഇലക്ട്രോലൈറ്റിലേക്ക് പോകും. PbSO4 + H2O, PbSO4 + H2 എന്തായിട്ട് വരും? PbO2 + 4H+ +2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ലെഡ് PbSO4ൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് PbO2 ആയിട്ട് മാറുമ്പോൾ എത്രയായിട്ട് മാറി? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. ഇതാണ്
ഇതാ നോക്കൂ, ഇതാണ് റീചാർജിങ് നടത്തുമ്പോൾ PbSO4 + 2 ഇലക്ട്രോൺ ഗീവ്സ് Pb + SO4 2 മൈനസ് PbSO4 + 2 H2O ഗീവ്സ് ആരാണ് PbO2 + SO4 2 മൈനസ് പ്ലസ് 4H + 2 ഇലക്ട്രോൺ. ഓവറോൾ റിയാക്ഷൻ നേരത്തെയുള്ള റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 2 PbSO4 + 2 H2O ഗീവ്സ് Pb + PbO2 + 2 H2SO4. അടുത്തതാണ് നിക്കൽ കാഡ്മിയം സെൽ. ഒരു സെക്കൻഡറി സെല്ലാണിത്. കാഡ്മിയം മെറ്റൽ ആനോഡായിട്ടും ഗ്രിഡ് ഓഫ് നിക്കൽ പാക്ക്ഡ് വിത്ത് NiO2 നിക്കൽ ഡയോക്സൈഡ് ഉണ്ടാവും. KOH ആണ് അവിടെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ആനോഡ് ആരാണ്? കാഡ്മിയം മെറ്റലാണ്. കാഥോഡ് ആരാണ്? ഗ്രിഡ് ഓഫ് നിക്കൽ പാക്ക്ഡ് വിത്ത് NiO2. ഇലക്ട്രോലൈറ്റ് ആരാണ്? KOH. Cd+ കാഡ്മിയം + 2OH- ഗീവ്സ് CdOH2 + 2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിലോ NiO2 + 2 H2O ഗീവ്സ് ആരാണ്? NiOH2 + ആരാണ്? 2OH-. ഈ 2OH- ക്യാൻസൽ ആയിപ്പോവും. ഈ 2 ഇലക്ട്രോൺ ഇവിടെ +2 ഇലക്ട്രോൺ ഉണ്ട്, അതും ക്യാൻസൽ ആയിപ്പോവും. അപ്പം ഇവിടെ മൊത്തത്തിൽ നടക്കുന്ന റിയാക്ഷൻ NiO2 വാട്ടർ മോളിക്യൂളൊക്കെ ചേർന്ന് NiOH ത്രൈസ് ആണ് ഉണ്ടാവുക. Cd + 2 NiOH ത്രൈസ് ഗീവ്സ് CdO + NiOH2 + എന്താണ്? H2O. ഇതാണ് നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ സെല്ലുകളെ പറ്റിയാണ്. ഫ്യൂവൽ സെല്ല് ഗാൽവനിക് സെല്ലുകൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഫ്യൂവൽസ് ആയ ഹൈഡ്രജനോ മീഥെയ്നോ മെത്തനോലോ പോലെയുള്ള ഫ്യൂവലുകളുടെ കമ്പഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എനർജിയെ ഡയറക്റ്റ് ആയിട്ട് എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആളുകളാണ് ആര്? ഫ്യൂവൽ സെല്ലുകൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. പോറസ് കാർബൺ ആണ് ആനോഡായിട്ടും കാഥോഡായിട്ടും ഉപയോഗിക്കുക. അതിൻ്റെ അകത്തൂടെ ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസുകളെ നമ്മൾ ബബിൾ ചെയ്യാണ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പോറസ് കാർബണിൻ്റെ അകത്തേക്ക് ഉണ്ടാവും? ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം മെറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഇലക്ട്രോഡ്. പോറസ് കാർബണിൻ്റെ അകത്തേക്ക് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനോ പലേഡിയം പോലെയുള്ള മെറ്റലുകളെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ ഇതാണ് നടക്കുക. ആനോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യും. കാഥോഡിലേക്ക് ആരാണ്? ഓക്സിജൻ ഗ്യാസിനെയാണ് ബബിൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ നോക്കുക. ആനോഡിൽ 2H2 + എന്താണ്? 4OH- ഗീവ്സ് 4H2O + 2 ഇലക്ട്രോൺ. 2H2 + 4OH- ഗീവ്സ് എന്താണ്? 4H2O + 4 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുക. കാഥോഡിലേക്ക് ഓക്സിജൻ ആണല്ലോ ബബിൾ ചെയ്ത്. O2 + 2H2O + 4 ഇലക്ട്രോൺ ഗീവ്സ് ആരാണ്? 4OH-. ഈ OH- ഇലക്ട്രോണും ക്യാൻസൽ ചെയ്തു പോയി. 2H2 + O2 ഗീവ്സ് ആരാണ്? 2H2. ഇതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ. ഫ്യൂവൽ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഫ്യൂവൽ സെല്ലിൻ്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ അഡ്വാൻറ്റേജസ്? ഫ്യൂവൽ സെൽ നമുക്ക് ഈ ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കണ്ടിന്യൂസ്ലി ലോങ് ടൈമിൽ ഇവരെ വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കൺവെൻഷണൽ സെല്ലുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എഫിഷ്യൻസി കൂടുതലാണ്. ഇക്കോ ഫ്രണ്ട്ലിയാണ്. നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ അകത്ത് ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാവുന്നത് ആരാണ്? വാട്ടറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ഡ്രിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആര്? ഈ വാട്ടർ. അടുത്തതായി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് എന്താണ്? കൊറോഷനാണ്. ദ സ്ലോ ഡൗൺ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ദി ആക്ഷൻ ഓഫ് എയർ, വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡയോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. മെറ്റൽസ് അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പേഴ്സിൻ്റെയും അതുപോലെ എയറിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെ ഒക്കെ പ്രസൻസിൽ ഇങ്ങനെ നശിച്ച് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. എന്താ സംഭവിക്കുക? കൊറോഷൻ നടക്കുമ്പോൾ
ഈ മെറ്റലിൻ്റെ ഓക്സൈഡുകളും അതർ കോമ്പൗണ്ട്സും അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓക്സൈഡുകളോ അതർ കോമ്പൗണ്ട്സോ ആയിട്ട് മാറും. ബൈ ദ ആക്ഷൻ ഓഫ് എയർ, അതുപോലെ തന്നെ വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ സർഫസ്. അതിന് എക്സാമ്പിളാണ് ആര്? റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ടർണിഷിംഗ് ഓഫ് സിൽവർ, സിൽവറിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടാവുന്നത്. ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ്, കോപ്പറിൻ്റെ മുകളിലും അതുപോലെ തന്നെ ബ്രോൺസിൻ്റെ ഒക്കെ മുകളിൽ പച്ച കോട്ട്. നമ്മൾ നോക്കിയാൽ വീട്ടിലൊക്കെ നിലവിളക്കിൻ്റെ ഒക്കെ മുകളിൽ ക്ലീൻ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ പച്ച കോട്ടിങ് ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ്. അടുത്ത ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴുള്ള ഇലക്ട്രോ കെമിക്കൽ തിയറിയാണ് വേണ്ടത്. അപ്പം റസ്റ്റിംഗ് നടക്കുമ്പോൾ ഇംപ്യൂർ ആയിട്ടുള്ള അയേണിൻ്റെ സർഫസ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. ദ പ്രസൻസ് ഓഫ് വാട്ടർ കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം റസ്റ്റിംഗ് നടക്കുമ്പോൾ ഇംപ്യൂർ ആയിട്ടുള്ള അയേണിൻ്റെ സർഫസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് പ്യുവർ അയേൺ ആനോഡായിട്ടും ഇംപ്യൂർ അയേൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ടും ആക്ട് ചെയ്യും. മോയ്സ്ചർ കണ്ടെയ്നിങ് ഓക്സൈഡ്, അതായത് വാട്ടർ വേപ്പേഴ്സിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്ത ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഡിസോൾവ് ചെയ്യും. അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആനോഡിന് എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ആനോഡിൻ്റെ അകത്ത് 2Fe gives 2Fe2++ 4 ഇലക്ട്രോൺ. ഈ ആനോഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണ് എവിടത്തേക്ക് മൂവ് ചെയ്യും? കാഥോഡിലേക്ക്. കാഥോഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണുകളെ ആരാണ് പിക്കപ്പ് ചെയ്യുക? H+ അയോണാണ്. H+ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ കാർബൺ ഡൈ ഓക്സൈഡിലെ നേരത്തെ വാട്ടറിൻ്റെ മോയ്സ്ചറിലേക്ക് ഡിസോൾവ് ചെയ്ത് അവർ കാർബോണിക് ആസിഡാണ്, H2CO3 ആയിട്ട് മാറും. ഈ H2CO3 ഡിസോസിയേറ്റ് ചെയ്ത് H+ അതുപോലെ തന്നെ HCO3- മാറും. ഈ കാർബോണിക് ആസിഡിൻ്റെ അകത്ത് ഇവർ രണ്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിച്ചേർന്നുണ്ടാവുന്ന കാർബോണിക് ആസിഡിൻ്റെ അകത്തുനിന്ന് റിലീസ് ചെയ്യുന്ന H+ അയോണുകളാണ് ആരെ പിക്കപ്പ് ചെയ്യുക? ഇലക്ട്രോണുകളെ. അപ്പോൾ കാഥോഡ് എന്താ നടക്കുക? O2+, 4H++ 4 ഇലക്ട്രോൺ ഗിവ്സ് 2H2O. അപ്പോൾ ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ എന്താണ്? 2Fe+, O2+, 4H+ ഗിവ്സ് 2Fe2++ 2H2O. അപ്പം പ്യുവർ ആയിട്ടുള്ള അയൺ എന്തായിട്ട് മാറി? Fe2+ ആയിട്ട് മാറി. ഇനി ഈ Fe2+ നമ്മൾ ഫെറസ് അയോൺ എന്നാണ് ഫോമുക. ഈ ഫെറസ് അയോൺ ഈസ് ഫർദർ ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം റസ്റ്റ്. അപ്പം ഈ Fe2+ ഫെറസ് എന്തായിട്ട് മാറും? ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഇവിടെ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. എത്ര ഉണ്ടാകുക? +3 +4 +8H+. അപ്പം ഈ ഫെറിക് ഓക്സൈഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും. Fe2O3 XH2O, Fe2O3 XH2. ഇതാണ് എന്ത്? റസ്റ്റ്. റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താ? Fe2O3 XH2O. 2 ആവാം 3 ആവാം അങ്ങനെ ഉണ്ടാവും. അപ്പം Fe2+ എന്തായിട്ട് മാറുന്നു? Fe3+ ആയിട്ട് മാറുന്നു ബൈ യൂസിങ് ആരാണ്? അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. വെരി പ്യുവർ ആയിട്ടുള്ള അയണുകൾ പെട്ടെന്നൊന്നും റെസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇവർ റെസ്റ്റ് ചെയ്യപ്പോഴാണ് പിന്നെ സാൾട്ട്, ആസിഡ്, അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റുകളൊക്കെ ആക്സിലറേറ്റ് ചെയ്യാണ്. ഇനി അടുത്താണ് മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിങ് കൊറോഷൻ. കൊറോഷൻ എങ്ങനെയൊക്കെ തടയാം? മെറ്റലിൻ്റെ മുകളിൽ ആരെയാണോ അവർ എന്ത് ചെയ്യുക? പെയിൻ്റ് അടിക്കുക, വാർണിഷ് അടിക്കുക, നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ബൈ കോട്ടിംഗ്. രണ്ടാമത്തെ എന്താണ്? ബൈ കോട്ടിംഗ് മെറ്റൽ സർഫസ് വിത്ത് അനദർ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ, സിങ്ക്, മഗ്നീഷ്യം പോലെയുള്ള. ഇപ്പോൾ അയേണിനാണെങ്കിൽ അയേണിനെക്കാട്ടും റിയാക്ടിവിറ്റിയുടെ സിങ്ക്, മഗ്നീഷ്യം കോട്ടിയ. അപ്പോൾ അങ്ങനെ സിങ്ക് കോട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അങ്ങനെയുള്ള അയേണിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസ്ഡ് അയേൺ. പിന്നെ ആൻറ്റി റസ്റ്റിംഗ് സൊല്യൂഷൻ അടിക്കുക, പെയിൻറ് പോലെ തന്നെ ആൻറ്റി റസ്റ്റിംഗ് സൊല്യൂഷൻ കോട്ട് ചെയ്യുക. നാലാമത്താണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് ടു പ്രൊവൈഡ് സാക്രിഫിഷ്യൽ ഇലക്ട്രോഡ്. അപ്പോൾ ആരെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് അതിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയൊരു മെറ്റലിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കാണ് എന്ത് നടക്കുക? കൊറോഷൻ നടക്കുക, അവർക്കാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഒരാളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതാണ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളെന്ന് പറയുന്നത്.
അപ്പം നോക്കൂ, നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഒരു വലിയ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബാറ്ററീസിനെ പറ്റിയാണ്. പ്രൈമറി സെല്ലുകൾ, സെക്കൻഡറി സെല്ലുകൾ, അതുപോലെ തന്നെ അവർക്ക് എക്സാമ്പിൾ ഡ്രൈ സെല്ല്, മെർക്കുറിക് സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല്, കൊറോഷനെ പറ്റി പറഞ്ഞു, ഇലക്ട്രോ കെമിക്കൽ തിയറി പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കുകയാണ്. 6 ക്ലാസ്സുകളിലായിട്ടാണ് ഇത് പൂർത്തിയായിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് നമുക്ക് കടക്കണം. അതിനുവേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തയ്യാറാവാം. ഓക്കെ.